നമസ്കാരം. 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 പൂരവേദന എന്നെ എടുത്തുകൊണ്ട് അവിടെ വന്നത് ഞാൻ ഒട്ടും നടക്കൂലായിരുന്നു. അധികം ഒരു വലിയ കാര്യം തന്നെ കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇപ്പൊ ജീവിച്ചിരിപ്പോണ്ട് പോകും. കാരണം കേരളത്തിൽ ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക. കുളിക്കാൻ വരാൻ പറ്റിയിരുന്നില്ല. ഹസ്ബൻഡാണ് എന്റെ തല കുളിപ്പിച്ചു തന്നിരുന്നത്. ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ആളാണ്. എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നത്. മെയിനായിട്ട് ഞങ്ങൾ ഇവിടെ വന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നവരാണ് ഈ ഒട്ടുമുക്കാലുള്ള ആൾക്കാർ. ഞരമ്പുകൾ ഇങ്ങനെ വലിയുന്ന ഒരു അവസ്ഥയാണ്. നടക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇവിടെ കളരി ചെയ്യുന്നുണ്ട്. കൈയും ഇങ്ങനെ വളഞ്ഞ് കാലിൽ നടക്കാൻ പാടില്ലാത്ത അവസ്ഥയാണ്. ഇനി സർജറി ഇല്ലാതെ യാതൊരു മാർഗ്ഗവും ഇല്ല എന്ന് പറയുന്ന ആളുകൾ, അതുപോലെ തന്നെ കിടന്നു വരുന്ന ആളുകളെയൊക്കെ നമുക്ക് എഴുന്നേറ്റ് നടപ്പിച്ച് വിടാൻ പറ്റാറുണ്ട്. നമ്മൾ പെരുമ്പാവൂരാണ് നിൽക്കുന്നത്. ഇവിടുത്തെ വീഡിയോ നമ്മൾ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റ് കൊണ്ട് വേദന മാറ്റും എന്നുള്ളൊരു വീഡിയോ വളരെ വലുതായിട്ട് കയറിയ ഒരു വീഡിയോ. അത് കണ്ട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വന്ന് നല്ല മാറ്റം ഉണ്ടാവുകയും ചെയ്ത്. കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് കറക്റ്റ് ആണെന്നുള്ളത്. അപ്പൊ നേരിട്ട് കാണാനായിട്ട് എന്ന് പറഞ്ഞാൽ മാറിയ ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരെ നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് ഒരാളെ ഒന്ന് പരിചയപ്പെടാം. പേരെന്തുവായിരുന്നു? ഏഞ്ചൽ. എന്തായിട്ടാ ഇവിടെ വന്നേ? ഞാൻ ഒട്ടും നടക്കൂലായിരുന്നു. നടക്കാണ്ട് പിടിച്ചോണ്ടൊക്കെ കൊണ്ടുവന്നതാ ഇവിടെ ഒരു 5 വർഷം മുമ്പ്. എന്ത് നടക്കുന്നത് എങ്ങനെയായിരുന്നു? നടക്കുന്ന 2 പേര് സപ്പോർട്ട് ചെയ്യണം, 2 ബെൽറ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. എത്ര വയസ്സ് വരെ? 19 വയസ്സ് മുതൽ. 19 വയസ്സ് മുതലായിരുന്നു അങ്ങനെ വന്നത്. ഒരു 2 വർഷം അങ്ങനെയായിരുന്നു. 21ാമത്തെ വയസ്സിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നതൊക്കെ പിന്നെ ഇപ്പൊ ജില്ലുന്നുണ്ട്. 5 വർഷമായി ഇപ്പൊ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫാണ്. ഒരു അസുഖമായിട്ട് വന്ന ഒരാള് ഇവിടുത്തെ സ്റ്റാഫ് ആവണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ആൾക്കാരെ പിടിച്ചിരുന്ന കണ്ടാൽ ഞെട്ടിപ്പോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ ഗുണം കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞാൽ നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ. ഒരു കുഴപ്പമില്ല. നമുക്ക് ഇതുപോലെ തന്നെ 100 കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. മാറിയ ആൾക്കാരെ നമുക്കൊന്ന് കണ്ടാലോ? നമുക്ക് ഇവിടുത്തെ ഡോക്ടറെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം ഡോക്ടറെ. പേര്? കാർത്തിക. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഇവിടെ? നമുക്കിവിടെ പ്രധാനമായിട്ടും നടുവേദന, മുട്ടുവേദന, പ്രമേഹം എന്നിവയ്ക്കുള്ള ചികിത്സയാണ് ഏറ്റവും കൂടുതലായിട്ട് രോഗികൾ അതിനാണ് ഇവിടെ വരുന്നത്. പ്രധാനമായിട്ട് സർജറി പറഞ്ഞിട്ട് അത് സർജറിക്ക് താല്പര്യമില്ല, അവസാന ഘട്ടത്തിൽ എത്തിയിരുന്നു, ഇനി സർജറി ഇല്ലാതെ യാതൊരു മാർഗ്ഗവും ഇല്ല എന്ന് പറയുന്ന ആളുകൾ, അതുപോലെ തന്നെ കിടന്നു വരുന്ന ആളുകളെയൊക്കെ നമുക്ക് എഴുന്നേറ്റ് നടപ്പിച്ച് വിടാൻ പറ്റാറുണ്ട്. അതേപോലെ തന്നെ ഷുഗർ കൂടി ഇൻസുലിൻ എടുത്ത് വളരെയധികം ബുദ്ധിമുട്ട്, കൈകൾക്ക് കാലുകൾക്കൊക്കെ തരിപ്പും ഒക്കെ ആയിട്ട് വരുന്നത് HbA1c 13-14 ഉണ്ടാവും. പക്ഷെ നമ്മളൊരു 6 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇൻസുലിൻ്റെ ഡോസ് നല്ല രീതിയിൽ കുറയ്ക്കാനും പലർക്കും ഒഴിവാക്കാൻ കഴിയാറുണ്ട്. HbA1c നമുക്കൊരു 6-ൽ താഴേക്ക് എത്തിക്കാനും സാധിക്കാറുണ്ട്. കണ്ടാലോ? ഓ, തീർച്ചയായിട്ടും കാണാലോ. സന്തോഷേട്ടാ, നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വീഡിയോ എടുത്തു കൊടുത്ത് അത്ഭുതപ്പെടുത്തുക. ഇന്ന് ഞങ്ങളൊരു സർപ്രൈസ് തന്നു. എന്താന്ന് മനസ്സിലായോ? ഇന്നിപ്പോ ഇവിടെ ഈ കണ്ട ആൾക്കാർ മൊത്തം നിങ്ങളുടെ വീഡിയോ കണ്ട് ഇവിടെ വന്ന് ചികിത്സിച്ച് സുഖപ്പെട്ടവര് വീണ്ടും വന്നതാ. അതെ അല്ലേ? ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും അനുഭവം കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ തന്നെ ആൾക്കാർ ഇങ്ങോട്ട് വന്നാ പറയുന്നത് എനിക്ക് പറയാനുണ്ട് മറ്റേ എവിടെ നിന്ന് തെരഞ്ഞെടുക്കാൻ പോകണം. ഇത് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇങ്ങോട്ട് ആൾക്കാർ വന്ന് പറയുക. മാത്രമല്ല ഇത് 1, 2, 10, 100 അല്ല, ആയിരക്കണക്കിന് ആൾക്കാർ റിസൾട്ടാണ്. നമുക്ക് സന്തോഷമാണ്. നമ്മുടെ ചാനലില് നമ്മൾ ഇന്നതുപോലെ ഇന്നൊരു സ്ഥാപനം ഉണ്ടെന്ന് അറിയിച്ചിട്ട് ഇവിടെ വന്ന് മാറിയവരോട് സംസാരിക്കുന്ന വലിയൊരു കാര്യം. അതെ, ഒരു സാമൂഹിക പ്രതിബദ്ധത ഒരു ബ്ലോഗർ എന്നുള്ള രീതിയിൽ അങ്ങേക്കുണ്ട്. അതുകൊണ്ട് അങ്ങൊരു ഇത് ഞങ്ങൾക്ക് ആ ഉത്തരവാദിത്വം അങ്ങയോടുണ്ട്. നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ട് ഇവിടെ വന്ന വ്യക്തികളെ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ സുഖപ്പെട്ട് കാണിക്കുന്നത് അത് നിങ്ങളുടെ ചാനലിനോടും അതിന്റെ കാഴ്ചക്കാരോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും. നമുക്കൊരാളെ ഇത് പരിചയപ്പെടാം. നമസ്കാരം. പേര്? ഫരീദ. സ്ഥലം? കുറ്റ്യാടി, കോഴിക്കോട് കുറ്റ്യാടി. ഞാൻ ഗഫൂർ കുറ്റ്യാടിയുടെ ഭാര്യയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരാളാ? എല്ലാവർക്കും അറിയുന്ന ആളാ. എന്തായിട്ട് ഇവിടെ വന്നേ? 2019 ഭയങ്കര കാലുവേദന, പൂരവേദന എന്നെ എടുത്തുകൊണ്ട് അവിടെ വന്നത്. അപ്പം ഇവിടുന്ന് കുറച്ച് 1 മണിക്കൂർ നേരം കീർത്തി സാറെ ചികിത്സ കൊണ്ട് എനിക്ക് നല്ല മാറ്റം വന്നു. എടുത്തോണ്ടാ വന്നത്? അപ്പം ഇവിടെ നല്ല മാറ്റം വന്ന് മരുന്നൊക്കെ തന്ന് വീട്ടിലേക്ക് പോയി. പിന്നെ മരുന്നൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ വന്ന് നല്ല സുഖമായി. അതിനൊരു മാറ്റം ഭയങ്കരമായിട്ടുണ്ട്. ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ ജീവിതത്തെ പറ്റി നല്ല ഒരു നല്ല ചിട്ടയിലുള്ള അപ്പം അങ്ങനെ ജീവിക്കണം, നല്ല മാറ്റങ്ങൾ വരുത്തണം എന്ന് മനസ്സിൽ തീരുമാനിച്ചു. ഇനി രോഗമായിട്ട് ഇങ്ങോട്ട് വരൂല. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു പരിചയപ്പെട്ട ഒരാളാണ്. ഇവരെ കഥ കേട്ടപ്പം ഭയങ്കര സങ്കടമായി. നമ്മൾ ഭയങ്കര ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. പേരെന്തായിരുന്നു? ഫാത്തിമ. എന്തായിട്ടാ വന്നേ? വെയിറ്റ് കുറക്കാനാണ്. വ്യത്യാസം കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു? വേറെ പ്രശ്നമൊന്നുമില്ല. എന്തിനാ വന്നത് ഭർത്താവിന് ഡയാലിസിസ് ചെയ്യാണ്. അപ്പൊ എന്റെ കിഡ്നിയാ കൊടുക്കണത്.
ഓ, അപ്പൊ അതിനുവേണ്ടി ഇദ്ദേഹം ബോഡി കറക്റ്റ് ചെയ്യാൻ വന്നതാ. അപ്പൊ വെയിറ്റ് കുറക്കാൻ പറഞ്ഞേക്കാണ് എൻ്റെ അടുത്ത്. ആ ആ ആ. അപ്പൊ അതിന് വേണ്ടി ഇവിടെ സാറിൻ്റെ അടുത്ത് വന്ന് സാറിൻ്റെ അടുത്ത് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഇപ്പൊ കുറഞ്ഞ് ആന്ന് വെയിറ്റ് കുറയ്ക്കാം. അദ്ദേഹത്തിന്റെ ഭർത്താവിന് വേണ്ടി മറ്റേ ഇത് കൊടുക്കാൻ വേണ്ടിയില്ലയോ, കിഡ്നി കൊടുക്കാൻ വേണ്ടി വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയാണ് ഇവിടെ വന്നത്. സാറ് ഇവിടെ നിൽക്കാൻ പറഞ്ഞു, 21 ദിവസം നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്നിപ്പോ വെയിറ്റ് കുറഞ്ഞ് ഇനി ഒരു 5 കിലോ കൂടി കുറക്കാൻ പറഞ്ഞു. അപ്പൊ 21 ദിവസം കൂടി ഇനി ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണം ഇത് ഓപ്പറേഷൻ ചെയ്യാൻ. ഓപ്പറേഷൻ ചെയ്യാൻ കോഴിക്കോട് ക്രൈയില കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, ശരിക്കും ഒരു വലിയ കാര്യം തന്നെ കേട്ടോ. അതൊരു വലിയ കാര്യം തന്നെ കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. കാരണം കേരളത്തിൽ ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. എൻ്റെ പേര് സുധാകരൻ, സ്ഥലം ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ വെച്ചാൽ ബാംഗ്ലൂർ സെറ്റിൽ ആയിട്ടുള്ള ആളാണ്. നേരത്തെ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു, പിന്നെ 2 കാലുമുട്ടും നല്ല വേദന ഉണ്ടായിരുന്നു. നടക്കാനൊക്കെ പാടായിരുന്നു, നല്ല വലുപ്പമായിരുന്നു. ഞാൻ കുറേ ഡോക്ടറെ അടുത്ത് അവിടെ ദുബായിൽ പോയപ്പോഴും ഒരു സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു ഇപ്പോൾ ഒരു 3 മാസം കൊണ്ട് തന്നെ ഒരു നല്ലൊരു മാറ്റം, ഒരു 75% മാറിയിട്ടുണ്ട്. സർജറി ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞതായിരുന്നു. അതാണ് ഈ മാറ്റം ഭയങ്കരമായിട്ടുണ്ടായത്. മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല മാറ്റം എന്ന് വെച്ചാൽ പറയണം. ഞാൻ നിൽക്കുന്ന ആൾക്കാരെന്ന് 1-2 പേരല്ലേ, ഇത്ര ആൾക്കാരാണ്. തീർച്ചയായിട്ടും അതിന് എനിക്ക് മാറ്റം വന്നതിന് ശേഷം എൻ്റെ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ഇതേമാതിരി നടുവേദന ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞാൽ അവരൂടെ വന്നിട്ട് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. നമുക്കൊരു ചേച്ചിയെ പരിചയപ്പെടാം. ചേച്ചി പേരെന്ത് വരുന്നത്? രജിത ഹരീഷ്. എവിടെ സ്ഥലം? കൊടുങ്ങല്ലൂര്. എന്തായിട്ട് ചേച്ചി വന്നത്? ഡിസ്ക് ബൾജായിട്ടാണ് ഞാൻ വന്നത്. അത് ഞാൻ ഒരു കൊല്ലത്തിന് മുൻപ് വീണ്. അതിനുശേഷം എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി ഭയങ്കര തണ്ടൽ വേദന, ഒരു ജോലിയും ചെയ്യാൻ പറ്റണില്ല. എക്സ്റേ എടുത്ത് 2 ഡിസ്ക് ബൾജെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം 2 ആഴ്ച എത്തുമ്പോൾ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലണുണ്ട്, മരുന്ന് തരുന്നുണ്ട്, കുറയണില്ല. വ്യായാമം പറയുന്നുണ്ട്, തെറാപ്പി പറഞ്ഞു, ഫിസിയോതെറാപ്പി കഴിഞ്ഞു. ഇതൊന്നും ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല, കുളിക്കാൻ വരെ പറ്റിയിരുന്നില്ല. കുളിക്കാൻ പോലും പറ്റത്തില്ല. ഇല്ല, ഹസ്ബൻഡാണ് എൻ്റെ തല കുളിപ്പിച്ച് തന്നിരുന്നത്. അതും ആഴ്ചയിൽ 2 ദിവസമായിട്ട്. അത്ര ബുദ്ധിമുട്ടി. പിന്നെ ലാസ്റ്റ് ഒന്നും കുറയണില്ല. എന്തെങ്കിലും ജോലി നിന്നിട്ട് തന്നെ ഒരു ദോശ ചുട്ട് കഴിഞ്ഞ് ഇത്തിരി നേരം നിന്ന് അപ്പോഴേക്കും വേദനയായി. വീണ്ടും ചെല്ലുമ്പോൾ പറയണത് നിങ്ങളത് സർജറി മിൽക്ക് എത്തിക്കും, ഇനി അതേ ലാസ്റ്റ് വഴിയുള്ളൂ. അപ്പം ഞങ്ങൾ ചോദിക്കുക ഇനിയിപ്പോൾ എന്താ ചെയ്യുക, മാറുമോ ഡോക്ടർ എന്ന് വെച്ചാൽ പറഞ്ഞു, ഇല്ല അത് മാറുമൊന്നുമില്ല, ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി, കാരണം ഇത് മാറാൻ പോണ അസുഖമല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരിക്കൽ സത്യമായിട്ടും നിരാശ വല്ലാതെ തോന്നി, സങ്കടപ്പെട്ടിരുന്നു. അതിനുശേഷം ഹസ്ബൻഡ് ഇങ്ങനെ ഇത് മൊബൈലിൽ വീഡിയോ ഗുരുക്കളുടെ കണ്ടപ്പോൾ എന്നോട് എന്തുണ്ടെങ്കിലും ആൾ പറഞ്ഞേ ഇന്നത് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമുക്ക് പോവാം അല്ലേ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു, ഗുരുക്കളോട് കാര്യം പറഞ്ഞു, വരാൻ പറഞ്ഞു. ടെസ്റ്റുകൾ ചെയ്ത് അന്ന് ഗുരുക്കളെ കണ്ട്. അപ്പോൾ ഒരു കുട്ടിയോട് പറഞ്ഞ ആ റൂമിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വ്യായാമം തന്നെ. അപ്പോൾ പറഞ്ഞു നല്ലോണം നീർക്കെട്ട് ശരീരത്തുണ്ട്, ഡിസ്ക് ബൾജ് ഒന്നുമില്ല കേട്ടോ, നീർക്കെട്ട് നന്നായി ഉണ്ടെന്ന് പറഞ്ഞു. ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ അപ്പോൾ എല്ലാ ജോലിയും ഇനി ചെയ്തോ, വെയിറ്റ് പൊന്തിക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ആളാണ് എല്ലാ ജോലിയും ചെയ്തോളാൻ പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് അന്ന് ധൈര്യമായി ചെയ്തോളാൻ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് എന്നെ വിട്ടത്. വെയിറ്റ് പൊന്തിക്കേണ്ട, പിന്നെ പറഞ്ഞ വ്യായാമങ്ങളും മരുന്നുകളും അതിൻ്റെതായ രീതിയിൽ എല്ലാം നല്ല രീതിയിൽ പോയി. ഇപ്പം 3 മാസം എത്തി, എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നു. എന്താ പറയാ, വലിയ സന്തോഷം. ഒരുപാട് കയറുന്നുണ്ട്, ഓടാൻ പറ്റും, എല്ലാം വ്യായാമം ചെയ്യുന്നുണ്ട്. 2 നേരം വെയിറ്റ് പൊന്തിക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത എല്ലാ ജോലിയും ഞാൻ ചെയ്യുന്നു. മെയിനായിട്ട് ഞങ്ങൾ ഇവിടെ വന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നവരാണ് ഈ ഒട്ടുമുക്കാലുള്ള ആൾക്കാർ. അവരെല്ലാം മാറ്റങ്ങളാണ്. ഇപ്പൊ ഒരാൾ പറയുമ്പോൾ അടുത്ത ആൾ ഇവിടെ വരും, മാറിപ്പോകില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഗുരുക്കളോട് വലിയൊരു നന്ദിയുണ്ട്. ഈ ഒരു അസുഖം മാറില്ല എന്ന് പറഞ്ഞ് മാറ്റി തന്ന ആള്. നമസ്കാരം സാറേ. ഇപ്പൊ ഞങ്ങള് ഏകദേശം ഒരു 4 വീഡിയോളം നമ്മൾ ഡയൽ കേരള ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തൊരു 10,000 ആൾക്കാർക്ക് റിസൾട്ടാ. ഇപ്പൊ ഈ വന്നിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ തമിഴ്നാടുണ്ട്, അതുപോലെ കേരളത്തിലെ എല്ലാ ഭാഗത്തുനിന്നും ഇവിടെ ആള് വരുന്നുണ്ട്. നമ്മള് 2 മിനിറ്റ് കൊണ്ട് വേദന മാറ്റും എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു വൈറലായി, കുറെ ആൾക്കാർ എത്തിയത്. ശരിക്കും 2 മിനിറ്റ് കൊണ്ട് വേദന മാറാറുണ്ടോ? 2 മിനിറ്റ് കൊണ്ട് വേദന മാറാറുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ സമ്മതിക്കത്തില്ല. ഇല്ല, ഉറപ്പായിട്ടും 2 മിനിറ്റ് കൊണ്ടൊക്കെ മുട്ടുവേദന, നടുവേദനയൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. പക്ഷേ അത് അവരുടെ പ്രായം, അവരുടെ മറ്റ് ശാരീരിക അവസ്ഥകൾ ഇതിനെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ പ്രമേഹമുള്ള ഒരു വ്യക്തിക്ക് ആ പ്രമേഹത്തിൻ്റെ കാരണമായിട്ട് ഞരമ്പുകൾ തകരാറായി വേദന വന്ന് ഒക്കെ ഇരിക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് സാധിച്ചില്ല എന്ന് വരും. ഇപ്പോൾ സാധാരണ ഇപ്പോൾ സന്തോഷേട്ടൻ്റെ പ്രായത്തിലുള്ള ഒരാൾ മുട്ടുവേദനയായിട്ട് വന്നു, നമുക്ക് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റും. ഈ നടുവേദനയായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നൊരു കാര്യം, ഇപ്പോൾ ചിലർക്ക് വയറൊക്കെ സ്തംഭിച്ച് വായു പിടിച്ചിരിക്കും.
ഈ വയറ് സ്തംഭിച്ച് വായു പിടിച്ചിരിക്കുന്ന വ്യക്തികളെ നമുക്കൊന്ന് വയറിളക്കിയിട്ട് വരാൻ പറയും. ട്രീറ്റ്മെന്റ് ശരിക്കും ആ 2 മിനിറ്റ് മതി. പക്ഷെ ചിലർക്ക് അതിന് വേണ്ടിയിട്ടൊരു മുന്നൊരുക്കം നടത്തേണ്ടി വരും. അവരുടെ വായു ഒക്കെ ഒന്ന് കളഞ്ഞ് എന്നാലേ അവർ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ചികിത്സ അവരുടെ ശരീരത്ത് ഫലിക്കൂ. അപ്പോൾ ഉടൽക്കൂർ അറിയുക എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ മെയിനായിട്ടുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കൃത്യമായിട്ട് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ട്രീറ്റ്മെന്റ് ചെയ്യാറുള്ളൂ. അതെ അല്ലേ? അതുകൊണ്ടാണ് ഈ റിസൾട്ട് ഇത്ര നല്ലതായിട്ട് കിട്ടുന്നത്. അത് മാത്രമല്ല, ഇതൊരു 1 man ഷോ അല്ല, ഇതൊരു ടീമാണ്. അപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് ഞാൻ നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഡോക്ടർമാരുണ്ട്, മറ്റ് വിദഗ്ധരുണ്ട്. ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് ഇവിടെ, അതുപോലെ മറ്റ് മെഡിക്കൽ മേഖലകളിൽ നിന്നുള്ളവരുണ്ട്. എല്ലാവരുടെ അനുഭവങ്ങളും എല്ലാവരുടെയും കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ ചില രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നത്. അപ്പോൾ ഈ കളരി സമ്പ്രദായത്തിലുള്ള മർമ്മ ചികിത്സ മാത്രമല്ല, നമുക്ക് അല്ലാതുള്ള എല്ലാ രോഗങ്ങൾക്കും നമുക്കിപ്പോൾ ഇവിടെ ചികിത്സയുണ്ട്. അപ്പൊ ഇപ്പൊ വന്നേക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ശരിക്കും വണ്ടി കണ്ടാൽ അറിയാൻ പറ്റും ജനത്തിന്റെ ഒരു തിരക്കാണ് അറിയാം. ഇപ്പൊ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം അതുപോലെ തന്നെ ഒരു തിരക്കാണ്. നമുക്ക് സ്ട്രോക്ക് വന്ന ഒരാളെ പരിചയപ്പെടാം. നമസ്കാരം, പേര്? നമസ്കാരം, എൻ്റെ പേര് KG റജി. സ്ഥലം എവിടെ? സ്ഥലം കോതമംഗലം. ആണ്. ആദ്യത്തെ പ്രശ്നം എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ 4 വർഷക്കാലം ഈ സ്ട്രോക്ക് വന്നത് ഞാൻ കിടപ്പായിരുന്നു. കൈ ഇങ്ങനെ വളഞ്ഞ് കാലിൽ നടക്കാൻ പാടില്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ചികിത്സിച്ച് ലാസ്റ്റ് ഇപ്പോൾ ഈ 1 വർഷത്തിനിടയ്ക്ക് ഇപ്പോൾ പെരുമ്പാവൂർ ഗുരുകുലത്തിൽ വന്നത് പെട്ടത്. അവിടുത്തെ ചികിത്സ ചെയ്തിട്ട് നന്നായി നല്ല രീതിയിൽ പോകും. ഇപ്പം ലാസ്റ്റ് തിരുമ്മലാണ്. തിരുമ്മലിലൂടെ ഒരുപാട് വ്യത്യാസം. ഇല്ല സംസാരിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. അത് തന്നെ മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആദ്യത്തെ സംസാരം ഒട്ടും പറ്റുന്നില്ല. ഏറ്റവും അടിപൊളിയായി. പേരെന്താ ചേച്ചി? ബിന്ദു. എന്തായിട്ടാ വന്നേ? എനിക്ക് മുട്ടുവേദന, ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് വന്നതാണ്. എവിടെ സ്ഥലം? തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട താണിശ്ശേരി. വന്നതിലെങ്ങനെയുണ്ട്? അത് ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പൊ ഒരാളുടെയും 2 പേരുടെ അഭിപ്രായമല്ല കേട്ടോ. ഇല്ല, നല്ല ബെറ്റർ ആയിട്ടുണ്ട് പെട്ടെന്ന്. അമ്മേ നമസ്കാരം. നമസ്കാരം. പേരെന്തുവായിരുന്നു? ഓമന പ്രഭാകരൻ. അമ്മ എങ്ങനെ ഇവിടെ വന്നേ? ഞാനിവിടെ വന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇവിടെ, അതുകൊണ്ട് ചേച്ചി പോയി നോക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു. പിന്നെ മുട്ടുവേദന, ബാക്ക് പെയിനൊക്കെ കൂടുതലായി വന്നപ്പോഴത്തേക്കും ഞാൻ വേറൊരു ഡോക്ടറെ പോയി കണ്ടായിരുന്നു. ആ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ MRI ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ആ MRI ചെയ്ത്. അപ്പോൾ ഡിസ്കിന് അകൽച്ചയാണ്, മുട്ടിന് തേയ്മാനമാണ്, അപ്പോൾ നടുവിന് ചെറിയൊരു ഓപ്പറേഷൻ മാതിരി ചെയ്യണം. ഓപ്പറേഷൻ വേണം. ഇത് സൂചി കടത്തി എന്തോ ഒരു ഇതാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് നടുവിനായോണ്ടിട്ട് എനിക്കൊരു പേടി. അപ്പം അങ്ങനെ ഇവിടെ വന്നത്. ഇവിടെ വന്നതിൽ വളരെ വ്യത്യാസമുണ്ടെന്ന്. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞത് ഇപ്പം ഇല്ല. പിന്നെ എനിക്കിപ്പോൾ ഉള്ളതായിട്ട് ഇത്തിരി മുട്ടിന് ഇത്തിരി പ്രശ്നമുണ്ട്. അത് തീർത്ത് മാറിയിട്ടില്ല. എന്നാലും എനിക്ക് വളരെ വ്യത്യാസമുണ്ടെന്ന് പറയും. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ഷിബി. സ്ഥലം? പറവൂര്. ചേച്ചി എന്തായിട്ടാ വന്നേ? നടുവേദന, ഷോൾഡർ പെയിൻ, മുട്ടുവേദനയായിട്ട് വന്നതാണ്. 4 മാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോഴേക്കും പൂർണ്ണമായിട്ടും മാറി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരാളെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്തേ സുരേഷ് ചേട്ടാ. പേര്? എൻ്റെ പേര് സാൻഡ്ര. എന്താ ഇവിടെ ചെയ്യുന്നത്? ഞാനിവിടെ സ്റ്റാഫാണ്. സ്റ്റാഫ് ആവുന്നതിന് മുമ്പ് ഞാനിവിടെ പേഷ്യൻ്റ് ആയിരുന്നു. ഇപ്പം ഈ കാണുന്ന രൂപമൊന്നുമല്ല. 86 കിലോ വെയിറ്റ്, ഇവിടെ PCOD, ACL ടയർ, 2 സർജറി കഴിഞ്ഞിട്ട് ശരിയായിട്ടില്ല. മെൻസ്കൽ ബാലൻസിങ് ഒന്നും ചെയ്തിട്ട് നടക്കാൻ പറ്റാത്ത വാക്കിംഗ് എയ്ഡുമായിട്ട് വന്ന ആളാണ്. ഇപ്പം ഞാൻ കളരി പഠിക്കുന്നു. എന്നെ സുഖപ്പെടുത്തിയ ശാസ്ത്രം ഞാനിപ്പോൾ പഠിക്കാൻ പോവാ. ആണല്ലയോ? ഈ ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട് അത് പഠിക്കാൻ പോവാണ്. ഞാൻ ഓൾറെഡി MA ലിറ്ററേച്ചർ കഴിഞ്ഞതായിരുന്നു. ഇപ്പൊ ഇപ്രാവശ്യത്തെ നീറ്റ് എഴുതിയിട്ട് ഞാൻ BAMS പഠിക്കാൻ പോവാണ്. ഇവിടെ മെയിനായിട്ട് ട്രീറ്റ്മെന്റിന് വന്ന ആളാണ് ഇവിടെ ഇപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. കൂടാതെ ഇപ്പം പഠിക്കുകയും കൂടെ ചെയ്യാണ്. അപ്പൊ അത് ശരിക്കും മാറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ വലിയ പ്രശ്നമായിരുന്നു. നടക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇവിടെ കളരി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവിടെ വരുന്നത്. പേരെന്തുവായിരുന്നു? நதியா. എന്തായിട്ട് വന്നേ? தூத்துக்குடி. இங்கே வரப்போ முடக்கவாதத்தில் வந்தேன். இப்போ நல்லா இருக்கேன். ஆனால் வந்தப்போ படுத்த படுக்கையா ரொம்ப முடியாமல் தான் இங்கே வந்தேன். ட்ரீட்மெண்ட் பார்த்தாங்க, ஃபுட்டு எல்லாமே கொடுத்து இப்போ நல்லா இருக்கேன். നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നവരാണ്. ഇവിടെ സ്ഥലം എവിടെ? കുറ്റ്യാടി കോഴിക്കോട്. മജീദ്. ഷൗക്കത്ത് അലി. കോഴിക്കോട് തന്നെ ഒന്നിച്ചുള്ള. അപ്പൊ എല്ലാവരും ശരിക്കും പല സ്ഥലങ്ങളിലും വീഡിയോ കണ്ടെത്താറുണ്ട്. അതെ, നിങ്ങളുടെ വീഡിയോ എപ്പോഴും കാണാറുണ്ട്. നിങ്ങൾ ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ വരികയും ചെയ്തത്. പിന്നെ മറ്റുള്ള അഭിപ്രായം കൂടെ കേട്ടിട്ടാണ് വന്നത്. നമുക്കൊരാളെ ഇത് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. പേര്? എൻ്റെ പേര് ദീപ. സ്ഥലം? ഒറ്റപ്പാലം. എന്തായിട്ട് ഇവിടെ വന്നേ?
എനിക്ക് ഫേഷ്യൽ പാൾസി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇങ്ങനെ കണ്ണടഞ്ഞ് ഇങ്ങനെ അത് ഒരു ടൈപ്പ് ഫേഷ്യൽ പാരാലിസിസ് ആണ്. അപ്പോൾ ഇത് കുറച്ച് കൊല്ലങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ എനിക്ക് ഈ ഒരു സൈഡ്, റൈറ്റ് സൈഡ് കാണില്ല. കൂടുതലും ഈ കണ്ണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാഴ്ചയിലും ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ ഒരു ഞരമ്പുകൾ ഇങ്ങനെ വലിയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് കഴുത്തുനിന്ന് ഷോൾഡറിലേക്കും കയ്യിലേക്കും ഉള്ളൊരു വേദനയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻ്റർവെല്ല് കുറച്ചും കൂടി വരാനുള്ള ടൈം കുറച്ചുകൂടി ഒരു ഗ്യാപ്പ് കൂടുതലായിട്ട്. മറ്റേ എപ്പോഴും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഈ സ്ഥലം എവിടെയാണ്, എങ്ങനെയാണ്? ഇത് നമുക്ക് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ്. ശ്രീസ്വാമി വൈദ്യ ഗുരുകുലം എന്നുള്ളത് വളരെ 10-12 വർഷമായി ഇപ്പോൾ ഗുരുകുലം. അത്രയും ജനങ്ങൾക്കറിയാം. ഗുരുകുലം എന്നുള്ള വാക്ക് തന്നെ പെരുമ്പാവൂർ എന്ന് ചേർത്ത് പറയും. അപ്പൊ ആ ഒരു രീതിയിൽ ഇനി വന്നാൽ മതി. പിന്നെ വീഡിയോയുടെ നമ്പർ ഉണ്ട്, വിളിച്ചാൽ മതി. അപ്പൊ ഈ സ്ഥലം വരുന്നത് പെരുമ്പാവൂരാണ്. അത് കൂടാതെ ഇപ്പൊ അടൂർ ഒരു മാസത്തില് ഒരു ദിവസം കോഴിക്കോടും ഉണ്ട്. അപ്പൊ ഇത് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ പറയും എന്നൊക്കെയാണ് ഇവിടെ വരുന്നതെന്നുള്ളത്.